മഹത്തായ സന്ദേശമുയർത്തി അർജുൻ സന്തോഷ് വൈക്കത്തപ്പന്റെ തിരുനടയ്ക്ക് പടിഞ്ഞാറേശമുള്ള ഓബ്ജക്റ്റീവ് സ്റ്റേഷനിൽ നിന്നും പനങ്ങാടേക്ക് 32 കിലോമീറ്റർ തുടർച്ചയായി നീന്തുകയാണ്. സ്വാഗതം ആശംസിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ജയകുമാർ കാളിപ്പറമ്പ് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ജനറൽ കൺവീനർ കെ.പി. ശശികുമാർ, അതുപോലെ തന്നെ നമുക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സി ഗോപിനാഥ്, ഇവരെയൊക്കെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജനറൽ കൺവീനർ ശ്രീ കെ.പി. ശശികുമാറിനെ ക്ഷണിക്കുന്നു. ഇന്ന് ഈ ചടങ്ങ് ശരിക്കും 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് താമസിച്ചു. പക്ഷേ ഇനിയും കൂടുതൽ താമസിക്കാൻ പറ്റത്തില്ല. കാരണം കായലിലെ ചില വ്യതിയാനങ്ങൾ അനുസരിച്ച് നമുക്ക് നീന്തി എത്തേണ്ടതുകൊണ്ട് അവിടെ 1:30-ക്ക് ഫിനിഷ് ചെയ്യേണ്ടതുകൊണ്ടും കൂടുതലായിട്ട് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എന്തായാലും അർജുൻ സന്തോഷിൻ്റെ ജലാശയ സംരക്ഷണ യജ്ഞത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുവാണ്. നമുക്കറിയാം ഈ സന്തോഷ്, അർജുൻ്റെ ഫാദർ സന്തോഷ് ഒത്തിരി ഇത്തരം സംരംഭങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുനും ഇത് 4ാമത്തെ പ്രോഗ്രാമാണ്. ഈ ജലാശയങ്ങൾ ഇന്ന് കംപ്ലീറ്റ് മലിനമാക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മുടെ വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ നമ്മളായിട്ട് തന്നെ മനുഷ്യനിർമ്മിതമായിട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് സന്തോഷം ഒരു 3-4 വട്ടം നീന്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ചോദിക്കുക, നിങ്ങൾ ഈ നീന്തലുകൊണ്ട് എങ്ങനെയാണ് ഇതിനൊക്കെ മാറ്റം വരുത്താൻ കഴിയുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാകാം. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മൾ 1000 വട്ടം ശ്രമിച്ചാൽ മാത്രമേ ഒരു വട്ടം നമ്മൾ വിജയിക്കൂ എന്ന് പറയുന്ന പോലെ. അതായത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുവാണ്. പണ്ട് അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നവരിലും മരിച്ചവരിലുമായിട്ട് ഏറ്റവും വലിയൊരു സമ്പന്നനായിരുന്നു ജോൺ ഡേവിസൺ റോക്ക്ഫെല്ലർ എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് ഒരിക്കൽ ബിസിനസ്മാനായിട്ടുള്ള അങ്ങേ ഭാഗ്യം കൊണ്ട് മാത്രമല്ലേ ഈ നിലയിൽ എത്തിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഭാഗ്യം എല്ലാ മനുഷ്യരുടെയും തലയ്ക്ക് മുകളിൽ കൂടി ഭാഗ്യദേവത കടന്നു പോകുന്നുണ്ട്, അത് ചാടി പിടിക്കുന്നവരാണ് വിജയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ ചോദിച്ചൊരു ചോദ്യം, എന്തുകൊണ്ട് അങ്ങ് അതിനും ഒരു ഭാഗ്യം ഉണ്ടായിട്ടല്ലേ ആ സമയം മനസ്സിലാക്കി ചാടി പിടിക്കാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഭാഗ്യദേവത എപ്പോഴാണ് പോകുന്നത് എന്നുള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ അതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ് പോകുന്നത് വെച്ചാൽ അപ്പം പിടിക്കും. അപ്പം നമ്മൾ ഒരു വട്ടമല്ല, ഇതിനകത്തൊരു ഇത് മാത്രം ഭാഗ്യം മാത്രമല്ല, സംഗതി ജനങ്ങളുടെ എല്ലാവരുടെയും ഊർജിതമായ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ യജ്ഞം വിജയിപ്പിച്ചുകൊണ്ട് ഇനിയും ആൾക്കാർ ഇത്തരം മാലിന്യങ്ങൾ തള്ളാണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ. പക്ഷേ ഇവിടെ പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷത ഞാൻ എൻ്റെ ചടങ്ങ് കർമ്മത്തിലേക്ക് കിടക്കുകയാണ്. ഇതിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ P.T. സുഭാഷ്, വൈസ് ചെയർമാൻ, നമ്മുടെ മുനിസിപ്പാലിറ്റി വൈക്കത്തെ വൈസ് ചെയർമാനാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം എത്തിയിരിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകരെ നമുക്ക് എല്ലാവർക്കും അറിയാം, നീലാണ്ടി സാറിന്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാണ്ട് ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്, ദിസ് ക്യാമ്പയിൻ ഈസ് സ്പോൺസർഡ് ബൈ അയർലൻഡ് ബിസിനസ്മാൻ മിസ്റ്റർ ജെയിംസ് ബ്രാഡ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഹൗസ് ഓഫ് ബർഗണി. ഐ ഹംബ്ലി വെൽക്കം മോസ്റ്റ് എസ്റ്റീംഡ് മിസ്റ്റർ ജെയിംസ് ബോണ്ട് സർ. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരമായിട്ടുള്ള ശ്രീ നന്ദകുമാർ സാർ, ക്രൈം ചീഫ് എഡിറ്ററാണ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ അനീതിക്കെതിരെ എന്നും ശബ്ദമുയർത്തിക്കൊണ്ട് എപ്പോഴും അധികാരവർഗത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ G.P. സേനകുമാർ സാറ്, അദ്ദേഹം ഇന്റർനാഷണൽ സിംബറാണ്. ഒത്തിരി നേട്ടങ്ങൾ അദ്ദേഹം കൈവരിച്ചിട്ടുണ്ട്. അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാറില്ല.
സിന്ധു ഷാജി, അതുപോലെ തന്നെ ഈ കമ്പനിയുടെ മറ്റ് ഈ സ്പോൺസർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഒട്ടേറെ ആൾക്കാരോട് വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സംഘത്തിന്റെ ചെയർമാൻ ശ്രീ ജയകുമാർ, അതുപോലെ രക്ഷാധികാരി ശ്രീ ഗോപിനാഥ്, ഞങ്ങൾ പബ്ലിസിറ്റി കൺവീനർ സജീവ് പ്രഭാകരൻ, പിന്നെ അർജുൻ സന്തോഷ് ഉൾപ്പെടെ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട്, സമയക്കുറവുള്ളതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്ക് സിറ്റുകാർ, അതുപോലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ബഹുമാന്യനായ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും നമ്മുടെയൊക്കെ അഭിമാനവുമായ ശ്രീ നീലകണ്ഠൻ സാർ, പ്രിയപ്പെട്ട ശ്രീ ജെയിംസ് ബെഡ് സാർ, പ്രിയപ്പെട്ട ശ്രീ ടി പി നന്ദകുമാർ, ശ്രീ ജി പി സേനകുമാർ, ശ്രീ ഗോപിനാഥ്, ജയകുമാർ തിരുകുളം, ശ്രീ കെ പി ശശികുമാർ, ഏറ്റവും ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ, ഇവിടെ ധാരാളം വൈദ്യുതകാർക്ക് നിരവധിയായ നീന്തൽ പരിശീലനങ്ങളും നീന്തൽ റെക്കോർഡുകളും കാണുന്ന ആളുകളാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാം നമ്മുടെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു വിദ്യാർത്ഥി കൂടിയായ ശ്രീ അർജുൻ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം നമുക്കറിയാം. ആർത്തി പൂണ്ട മനുഷ്യൻ കായലും കടലും എന്തിന് നമ്മുടെ എല്ലാ തരത്തിലുമുള്ള കുന്നുകളും എല്ലാം ഇടിച്ചു തകർത്തുകൊണ്ട് പരിസ്ഥിതിയെ ഇത്രയേറെ ഹാനികരമാകുന്ന രീതിയിലേക്ക് സമ്പത്തിന് വേണ്ടി നാം നടക്കുമ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ഉപജീവനത്തിന് വേണ്ടി നിൽക്കുന്ന നമ്മുടെ ഈ കായൽ വെമ്പനാട് കായൽ നശിക്കുമ്പോൾ അത് നമ്മുടെ നാടിന് നൽകുന്ന ഒരു വലിയ സന്ദേശമല്ല. തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ് പ്രിയപ്പെട്ട നമ്മുടെ ഒരു കൊച്ചനുജൻ വിദ്യാർത്ഥി കൂടിയായ അർജുൻ 32 കിലോമീറ്റർ സാഹസികമായി നിന്ന് കേരളത്തിലെ ജനമനസ്സുകളെ അവരുടെ ഉള്ളിൽ തട്ടുന്ന തരത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് തീർച്ചയായും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇത് വളരെ സമയക്ലിപ്തതയോടുകൂടി നടക്കേണ്ട പരിപാടി ആയതുകൊണ്ടും തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് സമയം തീർച്ചയായിട്ടും ഈ കായലിൻ്റെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഇതിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടും ഞാൻ അധികം നീട്ടുന്നില്ല. വളരെ സന്തോഷകരമായി തീർച്ചയായിട്ടും വൈക്കം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചരിത്രമുറങ്ങുന്ന ഒരു നഗരമാണ്. നമ്മളിവിടെ നിൽക്കുന്ന ഈ സ്ഥലത്തുകൂടെയാണ് പ്രിയപ്പെട്ട ലോകാരാധ്യനായ മഹാത്മജി നടന്നു വന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തൊട്ടുകൂടായ്മയ്ക്കും അയിത്തത്തിനും എതിരായി നടന്ന ഉജ്ജ്വലമായ വഴി നടക്കുവാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഐതിഹാസികമായ ഒരു സമരം. ആ സമരം വിജയിച്ച സ്ഥലത്താണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചനുജൻ ഈ നൽകുന്ന ഈ സന്ദേശം പ്രിയപ്പെട്ട ശ്രീ നീലകണ്ഠൻ സാർ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്ക് ഏറെ അഭിമാനം തോന്നുന്നു. നമ്മുടെ നാട് എത്രത്തോളം പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അവിടെയെല്ലാം ഒരു ധർമ്മപുത്രനെ പോലെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ചിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഇതിൻ്റെ മുഴുവൻ സംഘാടകരോടുമുള്ള എൻ്റെ വൈക്കത്തുകാരുടെ ഒരു നന്ദിയും തീർച്ചയായിട്ടും ഉണ്ട്. ഈ ജലാശയങ്ങളെല്ലാം നമുക്ക് നന്നാക്കി കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമവും ഒരു സന്ദേശവും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ പരിസ്ഥിതിയുടെ ഏറ്റവും സന്ദേശവാഹകനായ ഏറ്റവും അനുയോജ്യനായ ആളെ തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ശ്രീ നീലകണ്ഠൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഇവിടെ പ്രസക്തി. വെമ്പനാട് കായലിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എത്ര നിർത്തണം എന്ന് എനിക്കറിയില്ല. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കേരളത്തിലെ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്ന കേരളത്തിലെ കായൽ, അതുപോലെ തന്നെ സഖ്യപർവ്വതം. ഇത് രണ്ടും ഇന്ന് വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. വെമ്പനാട്ട് കായലിനെ കുറിച്ച് നടത്തിയിട്ടുള്ള വലിയ പഠനങ്ങളുണ്ട്. അതിന്റെ വിസ്തൃതി വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അതിൽ വലിയ തോതിൽ മാലിന്യം വന്നടിഞ്ഞിരിക്കുന്നു. അതിലെ ജൈവ ആവാസ വ്യവസ്ഥ തകർക്കപ്പെട്ടിരിക്കുന്നു. കായൽ നശിക്കുമ്പോൾ നമ്മുടെ മത്സ്യസമ്പത്ത് നശിക്കുന്നു, കക്ക പോലെയുള്ള സമ്പത്തുകൾ നശിക്കുന്നു, നമ്മുടെ കയറ്റുമതി വ്യാപാരം കുറയുന്നു, നമ്മുടെ ടൂറിസം അത് പല രൂപത്തിൽ നെഗറ്റീവായി ബാധിക്കുന്നു.
മനുഷ്യരുടെ ജീവിത സന്ധാരണ മാർഗങ്ങൾ ഇല്ലാതാവുന്നു, സൂക്ഷ്മ കാലാവസ്ഥയെ അത് തകർക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ ദീർഘമായ ഒരുപാട് കാര്യങ്ങൾ. അതിനെ സംരക്ഷിക്കാൻ തീർച്ചയായും അത് നമ്മുടെ ഒരു ചരിത്രപരമായ ദൗത്യമായി ആണ് അർജുൻ ഏറ്റെടുത്തത്. എന്തുകൊണ്ട് ഞങ്ങളൊക്കെ 25 കൊല്ലമായി വെമ്പനാട് കായലിനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രസംഗങ്ങൾ നടത്തുന്നു, എഴുതുന്നു, ചാനൽ ചർച്ചകൾ വരുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഒക്കെ കൂടുതൽ 2 കാര്യം കൊണ്ട് അർജുന് പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ഈ മറ്റൊരു മാധ്യമത്തിലൂടെ ഒരു വലിയ വിഭാഗം ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കഴിയും. ഇത് പ്രത്യേകിച്ചും വളരെ സാഹസികമായ ഒരു യജ്ഞത്തിലൂടെ ആവുമ്പോൾ ആളുകൾ അത് കൂടുതൽ ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം, യുവാക്കളിലേക്ക് ഇത് എത്തിക്കാൻ കഴിയുന്നത്. ഞങ്ങളൊക്കെ എപ്പോഴും വിഷമിച്ചിട്ടുള്ളത് പാരിസ്ഥിതികമായ വിഷയങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ തലതെറിച്ച ആളുകളും 50-ന് മീതെയുള്ള ആളുകൾ മാത്രമാണ് പങ്കെടുക്കുക എന്നാണ്. എന്നാൽ ഇവിടെ ഇത് സംരക്ഷിക്കാൻ, ഈ കായൽ സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ തരത്തിൽ ഇന്നിപ്പോ ലോകത്ത് കാലാവസ്ഥാ മാറ്റത്തിനെതിരെ ഏറ്റവും ശക്തമായ ശബ്ദം ഉയരുന്നത് ഗ്രീറ്റ തൻബർഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടേതാണ് എന്ന് നമ്മൾ ഓർക്കുക. അവരുയർത്തിയ വിരലാണ് ലോക ഭരണാധികാരികളോട് നിങ്ങൾക്ക് ഇതുപോലെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. തീർച്ചയായും അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അർജുൻ ഇവിടെ ഇരുന്ന് ഈ നീന്തുന്നത്. അർജുൻ ഉയർത്തുന്ന ആ വിരൽ എന്ന് പറഞ്ഞാൽ ലോകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളോട്, നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ, ഈ കായൽ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇനി വരുന്ന ഒരുപാട് തലമുറകൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഇത് ഞങ്ങൾക്കിത് സംരക്ഷിച്ചേ പറ്റൂ എന്ന് യുവാക്കളുടെ ഒരു ശബ്ദമായി അത് പറയുകയാണ്. അത് തന്നെയാണ് ഇനി പറയേണ്ടത്. കാരണം തലനരച്ചവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോ യുവാക്കള് ഇനി ഏറ്റെടുത്തിട്ട് ഞങ്ങളിതാ ഇത് ചെയ്യാണ്, നിങ്ങൾ ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് അർജുൻ പ്രഖ്യാപിക്കുകയാണ്. അധ്യക്ഷൻ പറഞ്ഞ ഒരു കാര്യം, ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ അർജുൻ നീന്തുന്ന പാതയിലൂടെയാണ് മഹാത്മജി ഇവിടുന്ന് പറവൂരിലേക്ക് ബോട്ട് യാത്ര ചെയ്തത് എന്നതും ചെറിയ ചരിത്രമല്ല, അതൊരു ചരിത്രമാണ്. അത് വൈക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ആദ്യം വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. കേരള ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തെ കുറിച്ചാണ്. നവോത്ഥാനത്തിന്റെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒക്കെ വലിയ ഘട്ടമാണ് വൈക്കം സത്യാഗ്രഹം. അതിന് നേതൃത്വം നൽകിയ ഈ പുണ്യപ്രദേശമെന്നോ അല്ലെങ്കിൽ ചരിത്ര പ്രസിദ്ധമായ ഇതിഹാസ സമാനമായ പ്രദേശത്ത് നിന്ന് തന്നെ ഇതിനെ ആരംഭിക്കുന്നു. ഇതിപ്പോ 32 കിലോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത് അർജുന്റെ ഒരു തുടക്കം മാത്രമാണ്. ഇനി ഇതിന്റെ പലമടങ്ങ് പല യാത്രകൾ അർജുൻ ചെയ്യേണ്ടി വരും. കാരണം ഈ കടലും കായലും അത്ര നശിപ്പിക്കപ്പെട്ടതാണ്. ഒരു വാക്കുകൂടി, ഒരു സമൂഹത്തിന്റെ സംസ്കാരം അറിയുന്നത് അവിടുത്തെ ജലാശയങ്ങളും നടപ്പാതകളും നോക്കിയാണ് എന്ന് പറയാം. നടപ്പാതകളും ജലാശയങ്ങളും നല്ലതാണെങ്കിൽ അത് ഉയർന്ന സംസ്കാരമുള്ള ഒരു സമൂഹമാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഒരു 20 കൊല്ലത്തെ എന്റെ അനുഭവം, 20-25 കൊല്ലം യൂറോപ്പിൽ ജെയിംസ് ബേർഡ് പോലെ അവർക്ക് നന്നായിട്ട് അറിയാം. തെംസ് എന്ന് പറയുന്ന ലണ്ടനിലെ നദി ഏറ്റവും മോശമായ ഒരവസ്ഥയിൽ, കാല് വെച്ചാൽ ഇതിനേക്കാൾ മോശമായ ഒരവസ്ഥയിൽ നിന്ന് ആ വെള്ളം കോരി കുടിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് തെംസ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ജനങ്ങളുടെ ഇടപെടലാണ്, ജനങ്ങളുടെ ആഗ്രഹമാണ്. ജനങ്ങൾ ആഗ്രഹിച്ചാൽ ഈ വെമ്പനാട്ട് കായൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതിനെല്ലാവരുടെയും സഹകരണം വേണം. ഇതിൽ കക്ഷി, രാഷ്ട്രീയ, ജാതി, മത താല്പര്യമൊന്നും ഇതിലില്ല. കാരണം ഈ കായൽ എല്ലാവരുടെയുമാണ്, മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയുമാണ് എന്ന മഹത്തായ സന്ദേശം അദ്ദേഹം ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും നേരത്തെ പറഞ്ഞിരുന്നു. കയ്യിലൊക്കെ വല്ലാതെ പലതും പറ്റിക്കാണും. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ കായൽ ജലം അത്രത്തോളം മലിനമാണ്. അതിനെ ശുദ്ധീകരിക്കാനുള്ള, അതിനെ ഏറ്റെടുക്കാനുള്ള ആ കരുത്തിന് അതാണ് സാഹസികത. ഒരുപക്ഷെ നീന്തുന്നതിനേക്കാൾ വലിയ സാഹസികത ഞാൻ ഈ പ്രഖ്യാപനം നടത്തുന്നതിന് ഒരു സാഹസികതയാണ്. അതുകൊണ്ട് ആ പ്രഖ്യാപനത്തിനും ആ സാഹസികതയ്ക്കുമുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാ നന്മകളും, ഇനിയുള്ള എല്ലാ പരിപാടികളും, ഏത് പരിപാടിയിലും എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ. അർജുനന് എല്ലാവിധ ആശംസകളും. അതിന് വഴികാട്ടിയായി നിൽക്കുന്ന സന്തോഷ് ഈ കാര്യത്തിൽ ഒരു മുൻഗാമി, എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ വഴികാട്ടിയാണ്. ആ അർത്ഥത്തിൽ അവർക്കും ഇതിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇവിടെ വന്ന വൈക്കത്തെ ജനങ്ങൾക്കൊക്കെ അങ്ങേയറ്റത്തെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്തതായി വലിയ പരിസരം അറിയിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുവയ്ക്കുക. നമസ്കാരം. കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രവൃത്തിയിലേക്ക് കടക്കേണ്ട സമയമായി. സദസ്സിലിരിക്കുന്ന പ്രമുഖരായ വ്യക്തികളെ, അതേപോലെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന 2 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഭൂമി മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്, നമ്മൾ 15 വർഷം കൂടിയാൽ ഭൂമി ഉണ്ടാകും. കാരണം അതിനിടയിൽ നമ്മുടെ ജീവജാലങ്ങളെല്ലാം നശിക്കും. അത്രമാത്രം മാലിന്യങ്ങളാണ്, ടൺ കണക്കിന് മാലിന്യങ്ങളാണ് നമ്മുടെ സമുദ്രങ്ങളിലും മറ്റു നദികളിലും അതിലെ ഭൂമിയിലെല്ലാം കിടക്കുന്നത്. അതൊരു ഘട്ടം കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറുകയും നമ്മുടെ ഭൂമി മരിക്കുന്നതാണ്. അതൊരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിനെതിരെയുള്ള ധീരമായ പോരാട്ടമാണ് ഇവിടെ അർജുൻ നടത്തുന്നത്. അത് ചെറിയ പോരാട്ടമല്ല. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നേതൃത്വം കൊടുക്കുകയാണ് ഈ വിദ്യാർത്ഥി. അദ്ദേഹം മുമ്പ് പെരുമ്പളം ദ്വീപിൽ ഒരു പാലമില്ലാത്തതിനെതിരെ സമരം നടത്തി ആ പാലം അവിടെ കൊണ്ടുവന്ന വിദ്യാർത്ഥിയാണ്. ആ ധീരനാണ് നമ്മളോട് ഇപ്പോൾ 32.5 കിലോമീറ്റർ നീന്തി ചരിത്രം സൃഷ്ടിക്കാൻ പോണത്. ബഹുമാന്യനെ ശ്രീ നീലകണ്ഠൻ സർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം 32.5 കിലോമീറ്റർ അല്ല 135 കിലോമീറ്റർ നീന്താൻ പോവുകയാണ് കടലിലൂടെ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ അർജുനെയും അതേപോലെ അദ്ദേഹത്തിന്റെ പിതാവ്, ഇതിനൊക്കെ മാതൃകയായിട്ടുള്ള, സമൂഹത്തിന് മാതൃകയായിട്ടുള്ള, ഈ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഈ രണ്ടുപേരെയും നമ്മൾ പ്രകീർത്തിക്കേണ്ടത്, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നമ്മളും അതിന്റെ കൂടെ ചേരേണ്ടതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. പരിപാടി തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. എന്നാലും രണ്ടു വാക്ക് പറഞ്ഞിട്ട് തുടങ്ങാനായിട്ടായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ മലിനീകരണത്തിന് ഒരുപാട് പറയണ്ടല്ലോ. ഇപ്പോൾ ഈ വെള്ളത്തിലോട്ട് നോക്കിയാൽ അറിയാമല്ലോ അതിൻ്റെ അവസ്ഥ എന്താണ്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കിടക്കേണ്ട കാര്യം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അടിയല്ല, അതിൻ്റെ ഒരു മീറ്റർ ആഴത്തേക്ക് വരെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തന്നെ നേരിട്ട് ഇറങ്ങിയാലേ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ വെറുതെ 1-2 എന്താ പറയുക അനൗൺസ്മെൻറ്റ് ചെയ്ത് നടത്തിയിട്ടൊന്നും കാര്യമില്ല. ആരും ശ്രദ്ധിക്കാനും പോകില്ല, ആരും മൈൻഡ് ചെയ്യാനും പോകില്ല. അപ്പോൾ നമ്മൾ ആൾക്കാരെ ഇതിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള എന്നുവെച്ചാൽ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ നീന്തണം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലൊരു നീന്തലിലൂടെ നമുക്ക് ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു വരാൻ പറ്റുള്ളൂ. എന്നാലേ ഇതിലൂടെ ആൾക്കാർ ഇറങ്ങി തിരിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നീന്തൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഇനിയും ഇതുപോലെ നീന്തൽ വരും. അപ്പോൾ എല്ലാവരുടെയും സഹകരണയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുന്നത്.
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പുഴയെ തിരിച്ചു പിടിക്കുക, കായൽ മലിന വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു 5 മണിക്കൂർ രാവിലെ 8:35 ശേഷം 8:50 4 മണിക്കൂർ 46 മിനിറ്റ് കൊണ്ട് നമുക്ക് വേണ്ടി നീന്തുകയാണ്. നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഈ കായല് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന ഒരു ദൗത്യവുമായി പെരുമ്പളം സ്വദേശി പെരുമ്പളം സന്തോഷ്, അദ്ദേഹത്തിന്റെ പുത്രൻ അർജുൻ സന്തോഷ്, ഈ അർജുൻ സന്തോഷ് സെന്റ് ജോസഫ് അക്കാദമി മൂലമറ്റത്ത് BPS ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് ഡിഗ്രി വിദ്യാർത്ഥിയാണ്, 4ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹം ഇതിനു മുമ്പും ഇതേ മോട്ടോ ആദർശ വാക്യത്തോടു കൂടി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ സുഭിക്ഷതയ്ക്ക് വേണ്ടി വിവിധ തലങ്ങളിൽ കായൽ നീന്തിക്കടന്ന് അദ്ദേഹത്തിന്റെ പ്രകടനം ഈ കായൽ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ ഒരു വിദ്യാർത്ഥിയാണ്. അതിനുവേണ്ടി നമ്മുടെ ഒരു ഗംഭീര സ്വീകരണം നമ്മുടെ പനങ്ങാട് കുമ്പളം പഞ്ചായത്തിന്റെയും വിവിധ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ സോണൽ റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടുന്ന 9 റെസിഡൻസ് അസോസിയേഷന്റെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഈ സഹോദരന്, ഈ പുത്രന് ഇതാണ് ഈ നട്ടുച്ചയ്ക്ക് ഇത്രയും ആളുകൾ ചേർത്തൊരു ഗംഭീര സ്വീകരണം കൊടുക്കുകയാണ്. അതിന്റെ സമ്മേളന പരിപാടികൾ ആരംഭിക്കുകയാണ്. ഒരു സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. അർജുൻ ഇവിടെ ഈ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോ ആ പ്രതിഭയെ തത്സമയം ഇതിനു മുന്നിൽ, വേദിക്ക് മുന്നിൽ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആ യുവാവിനെ തത്സമയം നമ്മുടെ കുമ്പള സ്വദേശിനിയായ ശ്രീമതി ആശാ ലൈല തത്സമയം ജലഛായ ചിത്രീകരണം നടത്തുന്നുണ്ട്. അപ്പോ ഇവിടെ സന്തോഷം വന്ന് ചേർന്ന് കഴിഞ്ഞാല് നമ്മൾ നാട് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ ആ ചിത്രത്തെ ആശാ ലൈല പൂർത്തീകരിക്കും. അപ്പൊ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം പറയുന്നത് സ്വീകരണ സമ്മേളനത്തിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ TR രാഹുൽ അവർകളാണ്. നമ്മുടെ നോട്ടീസ് പ്രകാരം നമ്മുടെ ബഹുമാന്യനായ ശ്രീ ഹൈബി ഈഡൻ MP-യും ശ്രീ K ബാബു MLA-യും സ്ഥലത്തുണ്ടായിരുന്നു. മറ്റ് നിരവധി പരിപാടികൾ ഉള്ളതുകൊണ്ട് അവരുടെ ഈ കായൽ ജലാശയ സംരക്ഷണ യജ്ഞത്തിനെ റിസീവ് ചെയ്തുകൊണ്ട് കരയിലേക്ക് കൈപിടിച്ച് കയറ്റി ചേർത്ത് അതിനെ അനുഗ്രഹിച്ച് അവര് മറ്റൊരു പരിപാടിയിലേക്ക് പോയതുകൊണ്ട് ഈ സമ്മേളനത്തില് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് TR രാഹുലാണ്. രാഹുലിനെ ഈ സമ്മേളന വേദിയിലേക്ക് എല്ലാവരുടെ പേരിലും ഈ സംഘടനയുടെ പേരിലും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് ശ്രീ ഹൈബി ഈഡൻ അവர்களായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയിൽ എത്തേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം നമ്മുടെ എല്ലാവരോടും പറഞ്ഞ അനുവാദം വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നമ്മുടെ നാട്ടിന്റെ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി കർമ്മിനി ടീച്ചറാണ്. ഈ ജലാശയ സംരക്ഷണ യജ്ഞത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന KS രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹത്തിന് വേറൊരു പ്രോഗ്രാം ഉണ്ട് എന്നുള്ളതുകൊണ്ട്, അതുപോലെ ശ്രീമതി ബേബി
തമ്പി, ബ്ലോക്ക് പ്രസിഡന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില അത്യാവശ്യ മീറ്റിംഗുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടാണ് ഈ പരിപാടിയെല്ലാം ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന കർമ്മിൽ ടീച്ചറിന്റെ ഈ സംഘടന എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി സ്വീകരണ കമ്മിറ്റിയുടെ നിരവധി ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. 36ഓളം ആളുകൾ ഈ വേദിയിലെ സ്വീകരണം കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവരുടെ എല്ലാം പേരൊന്ന് വായിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അതൊരു ശരിയല്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ശ്രീ ജോസ് വർഗീയ അവർ, ശ്രീ MM ഫൈസൽ, ശ്രീമതി സീതാ ചക്രപാണി, ശ്രീ അഫ്സൽ നമ്പ്യാരത്ത്, സർവശ്രീ റവറൻ ഫാദർ തോമസ് പുതുശ്ശേരി, ശ്രീ വിൽഫ്രഡ് സി മാനുവൽ, അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, സോണൽ റെസിഡൻസ് അസോസിയേഷന്റെ ശ്രീ VP പങ്കജാക്ഷൻ, ശ്രീ AK സജീവൻ, ശ്രീമതി സൗഷാൽ ലാലു, ശ്രീ KM ദേവദാസ്, ശ്രീ ഗോപിനാഥ്, VM ഉണ്ണികൃഷ്ണൻ, ശ്രീ CX സാജി, ശ്രീ MR പ്രസാദ്, അഡ്വക്കേറ്റ് PM മുഹമ്മദ് ഹസൻ, ശ്രീ ജയകുമാർ കാളിപ്പറമ്പ്, ഫാദർ ഫ്രെഡി ജോൺ, ശ്രീ KP ശശികുമാർ, ശ്രീ GP സേനകുമാർ, ശ്രീ RC വേണു, അഡ്വക്കേറ്റ് ജോളി ജോൺ, ശ്രീ PM മുഹമ്മദ് സാദിഖ്, ശ്രീ സജീവ് പ്രഭാകരൻ, ശ്രീ ബെന്നി സർലയ, CM ബിജു സുദീപനഗാട്, സംഘം സാംസ്കാരിക വേദി KP മോഹൻദാസ്, AN പ്രസേന മാഷ്, മല്ലപ്പള്ളി വേണു, TK ശശി, VO ജോണി, കൂടാതെ അഡ്വക്കേറ്റ് സുനിത മാം, കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ, കൂടാതെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ശ്രീ വാസുദേവൻ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, സംഘടനാ നേതാക്കൾ, രാഷ്ട്രീയ സുഹൃത്തുക്കൾ, നല്ലവരായ നമ്മുടെ നാട്ടുകാരെ, വളരെയധികം നേരത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പനങ്ങാടൻ, നമ്മുടെ വൈക്കം മുതൽ ഇവിടെ വരെയുള്ള പരിപാടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ ജെയിംസ് മേഡൻ. അദ്ദേഹം അതാ നമ്മുടെ വേദിയിലുള്ള നല്ലൊരു ഇത്തരം സുമനസ്സുകളാണ് നമുക്ക് ഊർജം നൽകുന്നത്. ഇത്തരം പരിപാടികളെ അതിന്റെ ഗൗരവത്തോടെ ഉൾക്കൊണ്ട ജെയിംസ് മേഡ് വളരെ ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹൗസ് ഓഫ് ബെർഗിണി എന്ന ഒരു കമ്പനിയാണ്. കൂടുതലായിട്ട് അതിന്റെ സംഘാടകരെ നമ്മുടെ പെരുമ്പളം സന്തോഷിന്റെ സുഹൃത്തുക്കളുണ്ട്, അവര് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഏതായാലും വന്നിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം തന്നെ വിവിധ ആളുകൾ ഒട്ടേറെ സാമ്പത്തിക സഹായങ്ങൾ, അതുപോലെ സ്വീകരണ മെമ്മന്റോകൾ, സ്വീകരണ മറ്റ് ഉപകരണങ്ങളെല്ലാമായി കാത്തിരിക്കുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ഉദ്ഘാടന നമ്മുടെ നോട്ടീസിന് പ്രകാരം ഈശ്വര പ്രാർത്ഥന നമ്മുടെ യോഗത്തിൽ ആദ്യം ആരംഭിക്കേണ്ട ഒന്നായിരുന്നു. ഈശ്വര പ്രാർത്ഥന ശ്രീ ജയനാരായണൻ ഒരു പ്രാർത്ഥന ആരംഭിക്കുകയാണ്. തന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാനാമം ഇന്നു വാഴ്ത്തിടാ. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തി
കീർത്തനങ്ങളാകണേ ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ കുഞ്ഞു വീടിനുൾത്തളങ്ങൾ സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. മൈക്കില് അധ്യക്ഷൻ അവിടെ തുടങ്ങി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയമുഖയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ, മറ്റ് വേദിയിലും സദസ്യനുമുള്ള ബഹുമാനികൾ, എന്നീ പരിപാടിയുടെ നമ്മുടെ എല്ലാം ഹീറോയായിട്ടുള്ള ശ്രീ അർജുൻ സന്തോഷ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ സന്തോഷ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഇവിടെ സ്വീകരണം കൊടുക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർ, ജലാശയ സംരക്ഷണ യജ്ഞം എന്ന നാമകരണം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ 32 കിലോമീറ്റർ ദീർഘദൂരം നീന്തി ഇന്നിവിടെ എത്തിയ നമ്മുടെ അർജുൻ സന്തോഷ് നമുക്ക് പ്രചോദനമാണ്. കാരണം എന്തിനു വേണ്ടിയാണ് ആ വിദ്യാർത്ഥി ഇത്രയും ദൂരം അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തിക്കൊണ്ട് ഈ പുഴയിലൂടെ വൈക്കത്തിൽ നിന്ന് നമ്മുടെ പനങ്ങാട് വരെ നീന്തിയത് എന്തിനു വേണ്ടിയാണ് എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മളെല്ലാവരും മാലിന്യങ്ങൾ പുഴയിലേക്ക് ഇനിയെങ്കിലും വലിച്ചെറിയരുത് എന്നുള്ള നിർദ്ദേശവും കൂടി അതിലുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സംസ്കരിക്കുന്ന രീതികളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരേണ്ട ആവശ്യകതയൊന്നുമില്ല, എല്ലാവർക്കും അതറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് അർജുൻ സന്തോഷിൻ്റെ അച്ഛൻ, അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് വരാപ്പുഴ മുതൽ ഹൈക്കോർട്ട് വരെ കാലും കൈയും ബന്ധിച്ചുകൊണ്ട്, എനിക്കുകൊണ്ട് എൻ്റെ ഓർമ്മയിൽ 2009-2008 കഴിയും. അന്നാണ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. അദ്ദേഹം പനങ്ങാട് കഴിയും. അദ്ദേഹത്തിൻ്റെ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പനങ്ങാടത്തെ ഈ സുഹൃത്തുണ്ട്, അദ്ദേഹം മരിച്ചു, സന്തോഷം കാണുകയും അതിൻ്റെ പ്രചരണം ഞാൻ സന്തോഷത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഹൈക്കോർട്ട് വരെയുള്ള അതിൻ്റെ പ്രചരണങ്ങൾക്ക് നൽകുകയും ചെയ്തു. അങ്ങനൊരു ബന്ധമാണ് എനിക്ക് സന്തോഷമായിട്ടും കുടുംബവുമായിട്ടുള്ളത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഹൈക്കോർട്ട് വരെ നീന്തിക്കഴിഞ്ഞു. അപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജലാശയങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവബോധം വരുന്നതിന് വേണ്ടി ഇന്ന് അദ്ദേഹം ആ യജ്ഞം ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത്, കാരണം ഇവിടെ നിന്ന് 1:30 മണിയായി, എല്ലാവരും ഷെഫിൻ്റെ 2 മണിയാണ്, ഷെഫിൻ്റെ ഷെഫിക്കുകയാണ്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി അർജുൻ സന്തോഷിന് മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ അവസാനിപ്പിക്കുന്ന ഈ യോഗം, ഈ നടപടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള കർമ്മ ടീച്ചറിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹാർദമായി ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, ഈ ഉച്ചവെയിലേറ്റ് നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റവും വലിയൊരു യജ്ഞത്തിൽ പങ്കാളികളാകുകയാണ്. ജലസംരക്ഷണ യജ്ഞത്തിലെ ഓരോ മനുഷ്യരും പങ്കാളിയാകേണ്ടവരാണ്. വേദിയിലെ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ, പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാഹുൽ, വേദിയിലെ ബ്ലോക്ക് മെമ്പർ ശ്രീ ജോസ് വർക്കി,
അതുപോലെ തന്നെ പെരുമ്പളത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ജല സംരക്ഷണ യജ്ഞത്തിന് വേണ്ടി നമുക്ക് വേണ്ടി നീന്തി ഇവിടെ എത്തിയിരിക്കുന്ന അർജുൻ സന്തോഷിന് വേണ്ടി എത്തിയിട്ടുള്ള ആ പൗരാവലിയുടെ അധ്യക്ഷൻ ശശികുമാർ, ജയകുമാർ തുടങ്ങി ഏതാണ്ട് എല്ലാവരെയും തന്നെ എനിക്ക് നേരിൽ അറിയാമെങ്കിലും അവരുടെ പേരുകളെല്ലാം സംശയമുണ്ട്. ഒരു 2 ആഴ്ച മുൻപ് എൻ്റെ അടുത്ത് വന്ന ഈ ഒരു വിവരം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, നിങ്ങളെ പ്രസിഡന്റിനെ കണ്ടിട്ടാണോ വരുന്നത്? തീർച്ചയായും ടീച്ചറെ ഞങ്ങൾ പ്രസിഡന്റിനെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അർജുൻ്റെ അച്ഛൻ ഈ ഒരു യജ്ഞം ഒരുപാട് നാളുകളായി തുടരുന്നൊരു വ്യക്തിയാണ്. ഏതായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നമുക്ക് അമ്മയായി നമ്മുടെ ഈ ഭൂമി നമ്മളെ സംരക്ഷിക്കുമ്പോൾ നമുക്കറിയാം ജീവജല സ്രോതസ്സുകളാണ് നമ്മുടെ പുഴകൾ. ഈ പുഴയുടെ സ്ഥിതി തീർച്ചയായും നമ്മൾ ഈ എല്ലാ ആഘോഷങ്ങൾക്കപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് രോഗഗ്രസ്തമായിരിക്കുന്നു, മരണാസന്നമായിരിക്കുന്നു. ഇത് ഭംഗിവാക്കല്ല, സത്യമായി നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഇതിനെതിരെ ഒരു മലിനീകരണ പ്രവർത്തനത്തിനെതിരെ എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്കറിയാം, ജലമലിനീകരണത്തിന് ഒപ്പം മണ്ണിടിച്ചിലും പുഴയുടെ തീരത്തുള്ള സ്ഥലം നികത്തലും തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ, അതിന് നിയമ നടപടികളോ അല്ലെങ്കിൽ ബോധവൽക്കരണമോ ഒക്കെ ആയി ജലസംരക്ഷണ സമിതി തന്നെ അതീവ ശ്രദ്ധയോടുകൂടി നമ്മളെ കൊണ്ടുവന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ സന്തോഷമെല്ലാം പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയേറെ രൂക്ഷമായി നമ്മുടെ ഈ ജലസ്രോതസ്സുകളെല്ലാം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഇങ്ങനൊരു പൗരാവലി ഈ അർജുൻ സന്തോഷ് എന്ന വിദ്യാർത്ഥി ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു യജ്ഞം തീർച്ചയായും നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുന്നവരാണ്. ഇങ്ങനെ ഒരു സ്വീകരണ ചടങ്ങ് പെരുമ്പളത്ത് നിന്ന് 32 കിലോമീറ്റർ പുഴയിലൂടെ നീന്തി ഇവിടെ എത്തിയിട്ടുള്ള ഈ വിദ്യാർത്ഥി നമ്മളെല്ലാവരെയും മനസ്സിലാക്കുന്ന ഒരു ഗുണപാഠം നമ്മൾ ശ്രദ്ധിക്കേണ്ട, വരും സമയത്ത് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട ഒത്തിരിയേറെ പ്രവർത്തനങ്ങളാണ് ഈ അവസരത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്. ഏതായാലും ഇന്നത്തെ യോഗത്തിലെ ബഹുമാന്യരായിട്ടുള്ള MLA, MP ഇവിടെ എത്തിയിരുന്നു. അവർക്ക് വളരെ തിരക്കേറിയ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് പോയത്. അതുപോലെ തന്നെ ബഹുമാന്യനായ കുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മാറ്റിവെക്കാനാവാത്ത ഒരു മീറ്റിംഗ് തദ്ദേശ പരിപാടികളുമായി ഇന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഇങ്ങനൊരു ഉദ്ഘാടനം എന്നിൽ വന്ന് നിക്ഷിപ്തമായിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിച്ചു സംസാരിക്കുന്നില്ല. തീർച്ചയായും നമ്മുടെ എല്ലാം ജീവനും ജീവിതവും തിരിച്ചു പിടിക്കണം. നമ്മുടെ നാട്, നമ്മുടെ സമൂഹം ഒക്കെ നിലനിൽക്കണം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ പ്രകൃതിയുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ സ്വന്തമാണ്. എങ്കിലും അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും യജ്ഞമാണ് എന്ന് മാത്രം ഇന്നത്തെ ഈ മലിനീകരണ വിരുദ്ധ യജ്ഞത്തിൽ വന്നിട്ടുള്ള എല്ലാ സ്നേഹ സമ്പൂജ്യരായ നാട്ടുകാരെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ഈ ജലാശയ സംരക്ഷണ യജ്ഞം സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംരംഭം ഇവിടെ അർജുൻ ഈ ഒരു യജ്ഞം നടത്തിയപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് മുഴുവൻ സഹായവും ചെയ്തു തന്ന ഒരു അയർലൻഡ് കമ്പനിയായ ഹൗസ് ഓഫ് ബർഗണിയുടെ MD ജെയിംസ് ബേർഡ് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമുക്കൂടെ 2 വാക്ക് സംസാരിക്കുകയാണ്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. വെൽക്കം മിസ്റ്റർ ജെയിംസ് ബേർഡ് ടു ദി സ്റ്റേജ്. Hello everyone. I'm afraid my Malayalam is not very good, so I have to speak in English.
We as a company came to Kochi about 20 years ago, and each year we have built our business. And as part of that, we like to give back to the local community a little help in sponsoring and doing sensible things to help people. And it's part of the philosophy of the company, and it's a part of the family that we are, that Kerala has been very good to us, and we in exchange would like to be very good to Kerala. As part of my life and journey here in Kerala, we, the company, own a guest house in Perimbalam, and I spend several months a year on the island, and it has been of a great joy to me how kind and how generous and how good the people have been towards me and my family. Santosh helped build the house. Now his son is swimming to prevent pollution, and I take my hat off. I say, well done, and thank you very much for inviting us today. Thank you now. Bye-bye. ഈ പരിപാടിയുടെ അധ്യക്ഷ കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി കാർമൽ ടീച്ചർ, നമ്മളിവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന അർജുൻ സന്തോഷ്, എൻ്റെ ടി ആർ രാഹുൽ, വേദിയിലുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഏതാണ്ട് 32 കിലോമീറ്ററോളം ദൂരം 4.25 മണിക്കൂർ കൊണ്ട് നീന്തി ഇവിടെ എത്തിയ അർജുൻ സന്തോഷിന്റെ നമ്മൾ എത്രമാത്രം അഭിനന്ദിച്ചാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. നമ്മുടെ നദികളൊക്കെ ഇന്ന് മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജലാശയങ്ങൾ മൊത്തം മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി പുതിയ തലമുറയ്ക്ക് നമ്മൾക്കൊരു നല്ലൊരു നദി, നമ്മളൊരു 10-30 വർഷം മുമ്പ് കണ്ടിരുന്ന ആ നദിയെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. വരും തലമുറക്കായിട്ട് ഇത് വലിയൊരു സന്ദേശമാണ്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം എടുത്ത ത്യാഗം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ വ്യക്തിയും അടുത്ത തലമുറയെ അല്ലെങ്കിൽ നമ്മളടക്കം കാണിച്ചു കൊടുത്തുകൊണ്ട് ഒന്നും ഞാനിത് വലിച്ചെറിയില്ല, അത് നദിയിലേക്കെന്നല്ല ഒരു സ്ഥലത്തേക്കും വലിച്ചെറിയില്ല, ആ വേസ്റ്റിൻ്റെതായ സ്ഥലത്ത് നിക്ഷേപിക്കുമെന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം നമുക്ക് ഇവിടുന്ന് കടന്നു പോകാനായിട്ട്. പഞ്ചായത്തോ സർക്കാരോ എന്ന് വിചാരിച്ചാലൊന്നും ഇത് സാധ്യമല്ല. നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെ കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ വേസ്റ്റ് മാലിന്യം കളക്ട് ചെയ്യാനായിട്ട് ഒട്ടേറെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുക്കുന്നു, നമ്മളുടെ അനുദിന വേസ്റ്റുകൾ, നമ്മൾക്ക് ജൈവ വേസ്റ്റുകൾ നമുക്ക് അത് സൂക്ഷിക്കുവാനായിട്ട് ബിന്നിലൂടെ നമുക്കത് ജൈവവളമാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഗ്രാമത്തിൽ, നമ്മുടെ പഞ്ചായത്തിലുള്ള ഒത്തിരി ആളുകൾ അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുകയാണ്. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല, ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും യഥേഷ്ടം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, മാലിന്യങ്ങൾ അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ ഇത് മാറണം. തീർച്ചയായിട്ടും നമ്മളിവിടെ കുറച്ച് നാളെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. നമുക്കറിയാം, എത്രയോ പൂർവികർ ഇവിടെ ജീവിച്ചു പോയ നാടാണിത്. നമുക്കൊരു 60-50 വയസ്സ് മാത്രമേ നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇതിനെ മനോഹരമാക്കി ഇടുവാനായിട്ട് ആ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. ഇപ്പോഴും നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന വിദേശീയര് അവരിവിടെ വന്നിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ മാലിന്യം വന്ന് കുന്നുകൂടിയിട്ട് ഒരു സംഘം വിദേശീയര് വന്ന് അവിടെയുള്ള ആളുകളോട് പ്ലാസ്റ്റിക്കിന്റെ ക്യാരി ബാഗ് വാങ്ങിച്ചുകൊണ്ട് അതിൽ നടക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പോയിട്ട് മറ്റു രാജ്യത്ത് പോയിട്ട് എന്തെങ്കിലും വേസ്റ്റ് എടുത്ത് ചെയ്യുമോ? അപ്പോൾ ആ വിദേശീയർ വന്ന് ഇവിടെ വന്ന് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൽ മാറ്റിക്കളഞ്ഞു. നമ്മൾ പറയും കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട്, ഇത്രയും ലോകത്തില്ല ഇത്രയും നല്ലൊരു നാട്. നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ എത്ര ചൂട് കൂടിയാൽ ഇത്രയൊക്കെ ഉള്ളു, നമുക്ക് അനുഭവിക്കാവുന്ന ചൂടേ ഉള്ളു. അതേസമയം മറ്റു രാജ്യങ്ങളിൽ നമുക്കറിയാം, ചൂട് കൂടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ഗൾഫ് കൺട്രീസില്, അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾ തണുപ്പ്, അതിശക്തമായ തണുപ്പ്. ഇപ്പൊ എല്ലാം കൊണ്ടും 10-33 നദികളൊഴുകുന്ന നല്ലൊരു സംസ്ഥാനം കേരളം. പക്ഷെ നമ്മള് മലയാളികൾ എല്ലാത്തിലും മികച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് തീരെ അവഗണിച്ച
വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ് ഈ മാലിന്യത്തിന്റെ കാര്യത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ അത് മാറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറക്കായിട്ട് നല്ലൊരു പ്രദേശം ഒരുക്കി കൊടുക്കുവാൻ, നമ്മുടെ നദികളെ സംരക്ഷിക്കാൻ, നമ്മുടെ കായലുകളെ സംരക്ഷിക്കാൻ, നമ്മുടെ തോടുകളെ സംരക്ഷിക്കാൻ, നമ്മുടെ കുളങ്ങളെ വീണ്ടെടുക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മൾ ഇതൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോകണം. എത്ര പരിപാടികൾ നടത്തിയാലും ഇപ്പോൾ അർജുൻ സന്തോഷിനെ പോലെ ഇത്രയും നീന്തി കിടന്ന് അദ്ദേഹത്തിന്റെ ഈ 4-4 മണിക്കൂർ വെള്ളത്തിൽ നിന്ന് നീന്തുക എന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ കുളത്തിൽ നീന്തുമ്പോൾ വെറും 2 റൗണ്ട് വെച്ച് പട്ടി കലക്കണ കലച്ചു വന്ന് നിൽക്കാറുണ്ട്. ഞാനൊക്കെ കുളത്തിൽ നീന്താറുള്ള ആളാണ്. അപ്പൊ ഒരു 4.5 മണിക്കൂറൊക്കെ നീന്തണം എന്ന് പറയുന്ന ആലോചിച്ച് നോക്ക്. അദ്ദേഹം എടുത്ത ആ ത്യാഗം അത് ഉൾക്കൊണ്ടുകൊണ്ടെങ്കിലും നമ്മൾ ഇനി ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു സാധനവും വലിച്ചെറിയില്ല. എന്റെ നാട് ഭംഗിയാക്കും, ഞാൻ എന്റെ പ്രദേശം ഭംഗിയാക്കും, മനോഹരമാക്കും, അത് ഞാൻ പ്രതിജ്ഞ ചെയ്യുമെന്നുള്ള ഒറ്റ വിചാരത്തോടെ പോകാൻ നിങ്ങൾ തയ്യാറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ അയൽവാസികളോട് എല്ലാവരോടും അരുതെന്ന് പറയാനുള്ള ഒരു ഇതും കാണിക്കണം. നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തെറ്റ് കണ്ട തെറ്റാണെന്ന് പറയണം. വലിച്ചെറിയുന്ന ചേട്ടാ അത് വലിച്ചെറിയാൻ പാടില്ല, അതിനുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാൻ നമ്മൾ തയ്യാറാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ വൈകിയുള്ള വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഏതായാലും അർജുനെ അഭിനന്ദിച്ചുകൊണ്ടും ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ടും പ്രത്യേകിച്ച് സുധാമാഷിനെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ താരമായിട്ടുള്ള ശ്രീ അർജുൻ്റെ തത്സമയം ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുമ്പളം സ്വദേശിനി തന്നെയായിട്ടുള്ള ശ്രീമതി ആശാ ലൈലയാണ് ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 1/4 മണിക്കൂർ എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് പ്രസംഗിക്കാനായിട്ട് ഇവിടെ നമ്മൾ ആശംസാ പ്രസംഗത്തിന് പേര് തന്നിട്ടുള്ള എല്ലാവരും പ്രസംഗിച്ചിട്ട് പോകാമാണ്. അടുത്തതായി മാറുന്ന കൊച്ചിയുടെ, നമുക്കറിയാം കൊച്ചി നഗരസഭ പഴയ കൊച്ചിയല്ല, പഴയ കൊച്ചിയല്ല എന്ന് ബിലാല് ബിഗ് ബിയിൽ പറയുന്ന പോലെ കൊച്ചി വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി കോർപ്പറേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രിയ പ്രസാദിനെ ആശംസ പ്രസംഗത്തിനെ ക്ഷണിക്കുക. ഇന്നത്തെ ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ കമ്മിറ്റി ചെയർമാൻ, ഇത് ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിൻ്റെ ഏറ്റവും ആദരണീയായ വൈസ് പ്രസിഡന്റ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ, ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട അർജുൻ സന്തോഷ് അടക്കം എല്ലാവർക്കും എൻ്റെ വിധമായ നമസ്കാരം. ഇന്ന് കുമ്പളത്തെ സംബന്ധിച്ച് വളരെ വലിയൊരു ദിനമാണ്. കാരണം ഒരു യുവാവ് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ കണ്ണു തുറപ്പിക്കുന്ന ഒരു ദിവസം എന്ന് തന്നെ നമ്മൾക്ക് പറയാം. നമ്മൾ നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ദിവസത്തെ അധ്വാനവും അതിൻ്റെ വേതനവുമെല്ലാം നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ എവിടെയോ നമ്മൾ മറന്നു പോകുന്നു നമ്മളുടെ പ്രകൃതിയെയും നമ്മളുടെ ചുറ്റുപാടുകളെയും സംരക്ഷിക്കാൻ. നമ്മൾ നമ്മളുടെ സമ്പാദ്യത്തെക്കാൾ ഏറ്റവും ഉപരി നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കേണ്ടത് നമുക്ക് പ്രകൃതി രമണീയമായ അല്ലെങ്കിൽ സ്വച്ഛമായ ഒരു പ്രദേശം തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്ന് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ ഭൂപ്രദേശമെല്ലാം വളരെയധികം മലീമസമാക്കപ്പെടുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ എന്നും കാടുകൾ നശിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാൾ ഉപരി ഏകദേശം 1900കളിൽ നമ്മളുടെ ബ്രിട്ടീഷ് സർക്കാർ എടുത്തിരിക്കുന്ന ജലാശയങ്ങളുടെ സർവേയിൽ ഏകദേശം 33% ജലാശയങ്ങൾ മാത്രമേ ഇന്ന് ഇവിടെയുള്ളൂ. ബാക്കിയെല്ലാം നശിഞ്ഞുപോയി. അപ്പോൾ ഇതെല്ലാം നശിക്കാനുള്ള ഒരു കാരണക്കാർ നാം തന്നെയാണ്. നമ്മൾ എപ്പോഴും യുവതയെ പറയുമല്ലേ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന യുവാക്കളിൽ ഒരു പക്ഷേ അർജുൻ സന്തോഷ് ഒരു വേർപെട്ട ഒരു യുവാവ് തന്നെയാണ്. കാരണം അദ്ദേഹം ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുകയാണ്. ഇന്നിവിടെ പറഞ്ഞു കൊച്ചി നഗരസഭയെക്കുറിച്ച്. കഴിഞ്ഞ വർഷം ഇതേ സമയം കൊച്ചി നഗരസഭ വളരെയധികം വലിയ പാപഭാരം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് കൊച്ചി നഗരസഭ പല രീതിയിൽ മാലിന്യ സംസ്കരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ജലാശയങ്ങളെ കുറിച്ച് ഓർക്കാറുണ്ട്. ജലാശയങ്ങളുടെ നദീതട സംരക്ഷണം അത് ഞങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ഈ ഭാരതത്തെ കുറിച്ച് നോക്കുമ്പോൾ ഭാരതത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ കായലാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ. ഇന്ന് ബ്രിട്ടീഷുകാരടക്കം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള വിദേശികളടക്കം ധാരാളം ആളുകളാണ് നമ്മുടെ ഈ വേമ്പനാട്ട് കായലിൻ്റെയും അല്ലെങ്കിൽ കായൽ സൗന്ദര്യത്തിൻ്റെയും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കായലോരങ്ങളും നമ്മുടെ ഭൂപ്രദേശങ്ങളും നമ്മൾ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുകയാണ് എന്ന് ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചവർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാവരും എടുക്കേണ്ട ഒരു ദൃഢപ്രതിജ്ഞ തന്നെയാണ് നമ്മളുടെ പ്രദേശങ്ങളും നമ്മുടെ ജലാശയങ്ങളും നമ്മൾ ഒരു കാരണവശാലും ഒരു ചവറും വലിച്ചെറിയരുത് എന്നത്. ഇന്ന് നമ്മളിവിടെ കൂടി നമ്മളിവിടെ സ്വീകരണം നൽകുന്ന അല്ലെങ്കിൽ അനുമോദനം നൽകുന്ന അർജുൻ സന്തോഷ് നമ്മൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നമ്മളെടുക്കുന്ന ഈ ദൃഢപ്രതിജ്ഞ തന്നെയായിരിക്കണം. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി പ്രിയപ്പെട്ട യോഗാധ്യക്ഷ ശ്രീ അർജുൻ സന്തോഷ്, അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച പെരുമ്പളത്തെ വിഖ്യാതരായ പ്രശസ്തരായ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സംഘാടക സമിതി രൂപീകരിക്കുമ്പോൾ ആ രൂപീകരിച്ച ദിവസമെല്ലാം വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഇതിൻ്റെ പ്രായോഗികമായ നടത്തിപ്പിനെ കുറിച്ചെല്ലാം വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് ഈ സ്വീകരണ കമ്മിറ്റി വളരെ അരോഗദൃഢമാത്രമായി പ്രവർത്തിക്കാൻ ഉള്ള അവസരം നമുക്ക് ഉണ്ടാക്കി തന്നത് ഇവരുടെ നിരന്തരമായ ഇടപെടലാണ്. ഞാൻ ഈ വൈകി പറയും കൂടുതൽ കിടക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിക്കുകയാണ്. കാരണം എല്ലാവരും മുഖത്ത് ഒരു അസ്വസ്ഥതയുടെ ഭാവം തെളിയുന്നു, ഞാനത് ഉൾക്കൊള്ളാം. നമ്മുടെ ഈ പുഴ, കായൽ ഇതൊക്കെ നമ്മുടെ ഒരു വികാരമാണ്. നമ്മൾ അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു നിറഞ്ഞ പുഴ കാണുമ്പോൾ, കായൽ കാണുമ്പോൾ മനസ്സ് ശാന്തമാകുന്ന ആ ഒരൊറ്റ കാഴ്ചപ്പാടിലാണ്, നോട്ടത്തിലാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ നമുക്ക് നിലനിർത്താൻ വേണം. ഇപ്പൊ ഉള്ളൊരു സ്ഥിതി എനിക്ക് മുമ്പ് സംസാരിച്ചു. കാരണം ഇതെല്ലാം അന്യമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. നമ്മുടെ തലമുറ കഴിഞ്ഞാൽ ഈ രൂപത്തിലാണെങ്കിൽ അടുത്ത തലമുറക്ക് കൈമാറാൻ നമുക്ക് ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് അങ്ങനെ നശിപ്പിച്ച് അടുത്ത തലമുറക്ക് ഒന്നുമില്ലാത്ത രൂപത്തിലേക്ക് വരും. അപ്പൊ നമുക്ക് ഈ കാര്യത്തിൽ ഒന്നും ചിന്തിക്കാനുള്ളത്, നമ്മുടെ മുൻ തലമുറ നമ്മളെ ഏൽപ്പിച്ച ഇങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടെ കായൽ, നമ്മുടെ പുഴ, നമ്മുടെ സംസ്കാരം, അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ മുൻ തലമുറ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു ചരിത്രപരമായ ബാധ്യതയും കടപ്പാടും നമുക്കുണ്ട്. തീർച്ചയായിട്ടും അത് ഉള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം. കായൽ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ ഉള്ള ഓരോ വിഷയങ്ങളും എടുത്തെടുത്ത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആ പരിശോധിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ നല്ലൊരു ജനതയെ, വരുന്ന ഒരു തലമുറയെ കെട്ടിപ്പടുക്കാനുള്ള ഒരു സംരംഭം, ആ സംരംഭത്തിൻ്റെ ഒരു ഭാഗമായി ഇത് തന്നെ ഇതിനെ കണ്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ആശയപരമായ യോജിപ്പ് എല്ലാ രംഗത്തും ഉണ്ടാവണം എന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും പനങ്ങാട് സോണൽ റെസിഡന്റ് അസോസിയേഷന്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി മിനി അജയഘോഷം. വലിച്ചെറിയുന്നതിനെതിരെ 32 കിലോമീറ്റർ നീന്തി വന്ന അർജുൻ സന്തോഷിന് ആദ്യമായി ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അവബോധം സൃഷ്ടിക്കേണ്ട ഒരു പ്രശ്നമാണ് മാലിന്യം വലിച്ചെറിയുക എന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രമല്ല, കോഴിയുടെ വേസ്റ്റ്, പശുവിൻ്റെ വേസ്റ്റ് എല്ലാം വലിച്ചെറിയുന്നത് നമ്മുടെ പുഴകളിലൂടെയാണ്. അത്രയും മലിനമാക്കുന്ന പുഴയിനെതിരെ ഇങ്ങനെ ഒരു സംരംഭം ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു ബോധം വളർത്തേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇനി ജീവിക്കേണ്ടത് ഈ ചെറുപ്പക്കാരിലൂടെയാണ്. പല ചെറുപ്പക്കാരും ഇങ്ങനെയുള്ള സംരംഭത്തിൽ പങ്കാളികളാകാൻ, എൻ്റെ മക്കൾ ഉൾപ്പെടെ അങ്ങനെയാണ്. ഇപ്പോഴുള്ള ചെറുപ്പക്കാർക്ക് മൊബൈലിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അവരിലൂടെ നമ്മുടെ ഈ നാട് മാലിന്യമുക്തമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ എത്തിയ ശ്രീ സന്തോഷ് അവരുടെ മകൻ അർജുൻ സന്തോഷിനെ നമ്മൾ ഇന്നിവിടെ സ്വീകരണം നൽകുകയാണ്. ഇവിടെ ആദ്യമായിട്ട് തന്നെ ഈ 4.5 മണിക്കൂറോളം നീന്തി ഇവിടെ എത്തിയ അർജുൻ സന്തോഷിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം അർജുൻ്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജലാശയങ്ങളെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്
ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ സെലിബ്രിറ്റി അർജുൻ സന്തോഷ്, വേമ്പനാട് കായലിനെയും കൈതപ്പുഴ കായലിനെയും കീറി മുറിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യജ്ഞം ഇവിടെ പര്യവസാനിപ്പിച്ചെത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന് ഒരു കയ്യടി കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ആശംസിക്കാം. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള യജ്ഞമല്ല. ഈ ചേപ്പനം പനങ്ങാട് ചാത്തമ്മ കായൽ ഞാൻ 330 മീറ്ററേ ഉള്ളൂ. ഞങ്ങൾ നീന്തിയിട്ട് ലാസ്റ്റ് ചത്തുപോകുന്നവർക്ക് പോയി. കാരണം കടച്ചു പോയി, രക്ഷയില്ലെന്ന് വരെ വന്നുപോയി. ആ അവസ്ഥയിൽ 32 കിലോമീറ്റർ കയറി ഈ നീന്തി കയറിയ ഈ അർജുനൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ നമ്മൾ എന്തുമാത്രം പ്രാക്ടീസ് ഉണ്ട് പുള്ളിക്കാണ്. അദ്ദേഹം നമ്മുടെ നാടിനെയും സമൂഹത്തിനെയും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെല്ലുവിളി സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ മാലിന്യം മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം. ഒരു കടലാസ് പോലും നമ്മൾ വഴിയിലോട്ടിട്ടാൽ അത് മാലിന്യമായി. യാത്രയിൽ നമ്മളൊന്ന് വഴിയിൽ തുപ്പിയാൽ അത് മാലിന്യമായി. അത് തുപ്പേണ്ട സ്ഥലത്ത് പോയി തുപ്പുക. ആളുകൾ ഇപ്പം മിക്കവരും നമുക്ക് അതൊക്കെ കിടക്കുന്ന ആളുമ്പോൾ നമുക്കൊരു അറിഞ്ഞ തോന്നില്ലേ, അതുപോലെ ചെയ്യരുത്. അങ്ങനെയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളിപ്പോൾ ടി വിയിലേക്ക് കാണുന്ന പോലെ സുന്ദരമായിരിക്കുന്നത്. അവരങ്ങനെയൊന്നും ചെയ്യില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുടിക്കുന്ന ഗ്ലാസ് പുറത്തേക്ക് എറിയില്ല. അവരവരുടെ വെക്കാൻ പറ്റുമെങ്കിൽ അവരുടെ പോക്കറ്റിൽ തന്നെ വെക്കുക, മാലിന്യം ഇടാൻ സ്ഥലമില്ലെങ്കിൽ. എന്നിട്ട് ആ സ്ഥലത്ത് എത്തുമ്പോഴേ ഉള്ളൂ അവരത് ചെയ്യുള്ളൂ, മാലിന്യം വലിച്ചെറിയുള്ളൂ. അതുപോലെ നമ്മൾ ഏറ്റവും വലിയ മാലിന്യം ഇന്ന് മിൽമയുടെ പാൽ കവറാണ്. അത് ആരും മനസ്സിലാക്കാണ്ടിരിക്കുക. ഞങ്ങളൊരു മത്സ്യത്തൊഴിലാളിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ മിൽമയുടെ കവറാണ് വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത്. ഈ കവറിൽ എന്ത് ചെയ്യണം? നമ്പർ അടിച്ച് കൊടുക്കുന്ന കടക്കാരൻ്റെ നമ്പർ വരെ സഹിതം അതിലടിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ പിടിക്കാൻ പറ്റും, അല്ലാണ്ട് പിടിക്കാൻ പറ്റില്ല. അതുപോലെ പിന്നെ ഈ കുട്ടികളുടെ നാപ്കിനും അതും ഇതൊക്കെ കിറ്റ് കണക്കിന് കെട്ടിയിടിക്കുന്ന വെള്ളത്തിലോട്ട്. ഇതൊക്കെ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് മനസ്സിലാവും ഇതൊക്കെ മാലിന്യം എവിടെ നിന്നാണ് വന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും മിൽമയുടെ കവർ വലിച്ചെറിയാതിരിക്കുക. അങ്ങനെ നമ്മുടെ നാടിനെ രക്ഷിക്കുക. ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയുണ്ട് വിജയം. അർജുൻ എന്നാണ് പേര്. അർജുന് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാലും അതെല്ലാം വിജയത്തിൽ എത്തിക്കാറുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ ചെയ്ത ഏറ്റവും വലിയ ഗുണം. പേരിൽ തന്നെ അർജുനൻ കിട്ടില്ല. അപ്പോൾ തന്നെ വിജയിച്ചു ജീവിതം. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടക വൈസ് പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് അർജുൻ നമ്മൾക്ക് വേണ്ടി ഒരു സന്ദേശവും വളരെ ത്യാഗപൂർണമായൊരു ഇത് കാഴ്ചവെച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ത്യാഗമനസ്സിനെ നമ്മൾ എത്രത്തോളം വാഴ്ത്തിയാലും മതിയാവില്ല. ഞങ്ങൾ കൈതപ്പുഴക്കായലിൻ്റെ ഓരങ്ങളിൽ താമസിക്കുന്നവരാണ്. ഇപ്പോൾ മോഹൻ പറഞ്ഞവരാണ്. നിരന്തരം ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ ദിവസവും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഏകദേശം ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ കൈതപ്പുഴക്കായലിൻ്റെ ഈ ഓരങ്ങളെല്ലാം ചരൽ മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു ഇതായിരുന്നു. ഇന്നിപ്പോൾ 2-2.5 അടിയോളം ചെളിയാണ് ഈ പ്രദേശങ്ങളിലെല്ലായിടത്തും. ഇത് നമ്മളുടെ കായലും മരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് രക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. അതിന് വേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള പ്രോത്സാഹനം ഇങ്ങനെയുള്ള ഈ അർജുനെ പോലുള്ളവർക്ക് കൊടുക്കണം. അത് ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. ഇപ്പോൾ മോഹനം പറഞ്ഞില്ലേ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളല്ല, എല്ലാവിധ മാലിന്യങ്ങളും നമ്മളുടെ കായലിലേക്കാണ് എല്ലാവരും ഡംപ് ചെയ്യുന്നത്. കായലാണ്ടും ഈ മാലിന്യങ്ങൾ അല്ലെങ്കിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ളൊരു ഇതായിട്ടാണ്, ബോക്സായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഒരു കാലത്ത് നമ്മളുടെ ഈ കൈതപ്പുഴക്കായലിൽ 40-45 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് കൊല്ലത്തേക്കുള്ള കേവ് വെള്ളങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അവർ നല്ല വെള്ള സമയത്ത് ഒരു 4 മാസത്തോളം ഇവിടെ ഏകദേശം നല്ല വെള്ളമായിരിക്കും നമ്മളുടെ കായലിൽ. ഈ കായലിലെ വെള്ളം എടുത്താണ് അവർ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. ഞങ്ങൾ വരെ ഇപ്പോൾ ദൂരങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ വേറെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കായലിലെ വെള്ളം ആഫ്രിക്കൻ പായൽ മാറ്റിയിട്ട് അത് കോരി കുടിക്കുവാൻ അത്ര പ്യുവറായിരുന്ന വെള്ളം അത് ഇന്ന് മലിനമായി, അതിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അതെല്ലാം നമ്മൾ വരുത്തി വെക്കുന്നതാണ്. എന്തോരം അവശിഷ്ടങ്ങളാണ് ഇത്. ഞങ്ങളെ ഈ മത്സ്യത്തൊഴിലായിട്ട് ബന്ധപ്പെട്ടവരാണ്.
അത് അന്നന്ന് എല്ലാ ദിവസവും ഇത് കാണുന്ന ഒരു ഓഫീസിൻ്റെ ഇതനുസരിച്ച് ഞങ്ങൾ ഒരാഴ്ചത്തെ പ്ലാസ്റ്റിക് മാലിന്യം ഒന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു 5 ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. അത് എന്തൊക്കെ ഇതാണ്, ഒരു കിറ്റുകളിൽ ഈ കോഴി വേസ്റ്റും മറ്റുള്ള ഇതെല്ലാം കെട്ടി അത് തുറന്നിട്, അത് മത്സ്യങ്ങൾ തിന്നും. അത് പ്ലാസ്റ്റിക് കെട്ടിയിടുന്നില്ല, അത് ഒരിക്കലും മീനിനെ എനിക്ക് കിട്ടി. അപ്പോൾ കറി വെക്കാന്ന് പറഞ്ഞത് നമ്മളുടെ വലിയ കാര്യത്തിൽ കണ്ടിച്ചപ്പോൾ അതിൻ്റെ വയർ മുഴുവൻ പഴുത്തിരിക്കുകയായിരുന്നു. ദുർഗന്ധങ്ങൾ എന്താ ഈ പ്ലാസ്റ്റിക് ഈ കിറ്റിൽ കെട്ടിയിരിക്കുന്ന ഈ കോഴിക്കുടലിൽ നിന്നായി അത് കിടക്കുകയാണ്. അപ്പോൾ എന്ത് രീതിയിലാണെങ്കിലും ഇതിലേക്കാണ് നമ്മൾ ഇടുന്നത്. ഈ കായലിൽ ഒരു സ്ക്വയർ മീറ്ററിൽ ഏകദേശം ഒരു 4-5 പ്ലാസ്റ്റിക് കവറെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ളത് ഈ പിള്ളേരുടെ ഇതെല്ലാം കെട്ടിയിടുകയും ഇതെന്തിനാണ് നമ്മൾ കായലിലേക്ക് ഇടുന്നത്? എല്ലാവരും നമ്മളിതിനെ ചോദ്യം ചെയ്ത് പല പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യങ്ങൾ എന്നുവെച്ചാൽ എല്ലാ രീതിയിലുള്ള. ഒരിക്കൽ ഞങ്ങളുടെ കടവിലിരുന്നപ്പോൾ കക്കൂസ് മാലിന്യം വന്ന് അടിഞ്ഞിരിക്കുക ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ അതങ്ങനെ പറ്റിപ്പോയി ചെയ്യൂലെന്ന് പറഞ്ഞു. ഞാനായതുകൊണ്ടാണ് അത് അവരങ്ങനെ പറഞ്ഞത്. വേറെ വല്ലവരാണെങ്കിൽ തല്ലിയിട്ട് വിടുള്ളൂ. അപ്പോൾ എന്നെ മനസ്സിലായതുകൊണ്ട് ചേട്ടാ അതങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും, ഇറച്ചി വേസ്റ്റുകളും ഇവിടെ എല്ലാ ശനിയാഴ്ചയും 2-3 വണ്ടിയാണ്. അതും നമ്മൾ ചോദ്യം ചെയ്തിട്ട് അതും ഇപ്പോൾ ഏകദേശം ഇവിടെ വരുന്നില്ല. അങ്ങനെ ഓരോ വേസ്റ്റുകളും ഇപ്പോൾ മരങ്ങൾ, തെങ്ങുകളൊക്കെ വെട്ടിമുറിച്ച് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് കായലിലൊക്കെ ഇങ്ങനെ ഓരോ പ്രദേശത്തും വന്നടിഞ്ഞ് ഇപ്പോൾ വലക്കാരുടെ വലകളിലാണെങ്കിൽ ആ വലകൾ കയറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേസ്റ്റിൻ്റെ ഡെപ്പോസിറ്റ് സ്ഥലമാണ് കായൽ. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മളുടെ ഈ നാടിൻ്റെ രക്ഷയ്ക്ക് ഏറ്റവും നമ്മുടെ ശരീരത്തിൽ കൂടുന്ന രക്തത്തിന് തുല്യമാണ് നമ്മുടെ ഭൂമിക്ക് ഈ കായൽ നമ്മൾക്കും. ഇത് നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇടക്കൊച്ചി ഇപ്പോൾ ഈ ചെളിയുടെ കാര്യം പറഞ്ഞാൽ ഇടക്കൊച്ചി കായലിൽ ഒരു ആന വീണിട്ട് 9-10 അടിയിലുള്ള ആന വീണിട്ട് ആ കായലിൽ താന്നുപോയി, ആ ചെളിയിൽ താന്നുപോയി. നമ്മൾക്ക് എനിക്കൊരു അനുഭവം ഉണ്ട്. ആ കായലിൽ ആന വീണിട്ട് ഭാര്യയും കൂടി അതിൻ്റെ ഓരത്തെടുത്തിട്ട് കയറാനായിട്ട് പറ്റുന്നില്ല. കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, അയാൾ പോവുകയാണ്. ആ കായലിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല, ഞാനും പോകും. അപ്പോൾ ആ രീതിയിലുള്ള അവസ്ഥയൊക്കെ അത് മാറ്റണമെന്ന് ഞങ്ങൾ പല രീതിയിലും ഞങ്ങൾ മറുപടി കൂട്ടുന്നുണ്ട്. പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അത് ഉണ്ടാവാറില്ല. ഇതൊരു ഈ അർജുൻ്റെ യത്നം നമ്മളെല്ലാവരും അത് വളരെ ഗൗരവത്തോടു കൂടി എടുത്ത് ഇത് ഇങ്ങനെയുള്ള മാലിന്യങ്ങളും മറ്റുള്ള ഈ പുഴകളെ അല്ലെങ്കിൽ നദികളെ നശിപ്പിക്കുന്ന മറ്റുള്ള ഈ വേസ്റ്റുകളും എക്കലുകളും ഒക്കെ മാറ്റി ഇത് നല്ല ക്ലിയർ ആക്കുകയാണെന്നുള്ള എല്ലാവരുടെയും നമ്മുടെ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി എല്ലാവരും അത് ശ്രമിക്കണം. ഇത് കൊണ്ടുവന്നിടുമ്പോൾ ഇത് തൻ്റെ മാത്രമാണോ എന്ന് എന്നോട് ചോദിച്ചവർ രണ്ടുകൂടെ. അങ്ങനെയല്ല, ഇത് നമ്മുടെ നാടിൻ്റെ സ്വത്താണിത്. ഈ കായലെന്ന് വെച്ചാൽ ഇതിനൊരു അപകടം വന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. കഴിഞ്ഞ ഫ്ലഡ് കാലത്ത് കായൽ നിറഞ്ഞ് ഒരടി വന്നിട്ടുണ്ട്, പനങ്ങാട് നിറഞ്ഞു പോകും. അത്രയും നമ്മൾ കണ്ട കാഴ്ചയാണിത്. 99 വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ നമ്മുടെ കായലൊക്കെ നിറഞ്ഞു പോയായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ആ വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ഈ കായലിലെ എക്കലൊക്കെ നിറഞ്ഞേക്കണം. 3-1 2 ഭാഗം നികർന്നു കിടക്കണം ഇപ്പോൾ കായൽ. ഇതൊക്കെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമില്ല. നെട്ടൂര് തേവര തോടുകളൊക്കെ നശിച്ച് നകർന്നു പോയി. അപ്പോൾ അതൊക്കെ സ്ഥാപിച്ചെടുക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ്. അതിനൊക്കെ കൂടിയുള്ളൊരു തീരുമാനങ്ങൾ നമ്മളുടെ അധികാര തലത്തിലുണ്ടാകണം. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് നമ്മുടെ അർജുനൻ, നമ്മുടെ ഒരു പയ്യൻ നമുക്ക് വേണ്ടി ഈ യജ്ഞം ഇവിടെ നടത്തിയത്. അദ്ദേഹത്തിന് നമ്മൾ എന്തോരം പുകഴ്ത്തിയാലും മതിയാവില്ല. അപ്പോൾ മോഹനം പറഞ്ഞ പോലെ ഇനിയും അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കണം. അദ്ദേഹത്തിന് ഒരു കൈയോട് കൂടി കൊടുത്താൽ അത്രയും നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നമ്മളുടെ ഒരു ആവശ്യമാണ്. അത് എല്ലാവരും ഇത് ഉൾക്കൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ കായലിനെ രക്ഷിക്കാനുള്ള ഒരു ചെറിയൊരു കാര്യങ്ങളാണെങ്കിലും ഓരോരുത്തർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ നമ്മുടെ ഈ നാടിൻ്റെ ഒരു നന്മ നമ്മുടെ മനസ്സിലേക്ക് എല്ലാവരുടെയും മനസ്സിൽ കുറിക്കുന്ന ഈ വേളയിൽ ശ്രീ അർജുൻ സന്തോഷ് ഒത്തിരി ദൂരം താണ്ടി നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്ന പ്രകൃതി പറയുന്ന ഈ കാറ്റുകൾ ഉണ്ട്. നമ്മുടെ ഈ ഈ കടൽത്തിര പോലെ അലമാല അടിക്കുന്ന ഇതാണ് പ്രകൃതിക്ക് പറയാനുള്ള ഈ സന്തോഷം നിമിഷത്തിൽ. അത് ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു കവിത ഇവിടെ ആലപിക്കുകയാണ്. പുഴ എന്ന് തന്നെയാണ് കവിതയുടെ പേര്.
കളകളം പാടിയന്ന് പാഞ്ഞു പോയ പുഴയെ കിളിക്കുലം മതിമറന്നു നീന്തി വന്ന പുഴയെ കവികളും കഥകളും പൂത്തുലഞ്ഞ പുഴയെ മിഴികളും മൊഴികളും ചേർന്നലിഞ്ഞ പുഴയെ 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 മലകളിൽ തഴുകി നീ ഒഴുകി വന്ന പുഴയെ പ്രണയവും വിരഹവും തഴുകി നിന്ന പുഴയെ പലമുഖം കണ്ടു നീ മതിവരാത്ത പുഴയെ പരിസരം മുഴുവനും കുളിർ നിറച്ച പുഴയെ 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 മാലിന്യമേറി നീ നീറുന്നു നീരാവിയിൽ നീ വേവുന്നു നിന്നോളം എന്നോളമെത്തുന്നു കണ്ടിട്ടും കൺകെട്ടി നിൽക്കുന്നു നീരൊഴുക്കിലക്കലടിഞ്ഞേങ്ങുന്നു ശ്വാസനാളമീയമിട്ടു വിൽക്കുന്നു നിൻ ഹൃദയവ്യതകളാരറിയുന്നു പുഴയേ ഹേ പുഴയേ 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 സംസ്കാരമുടലെടുത്ത തീരത്തെ സംസ്കരിക്കാൻ മത്സരിക്കുന്നു പിതൃമോക്ഷത്തിനായെല്ലൊഴുക്കുന്നു ആരതിയാൽ പൂജ ചെയ്യുന്നു നിന്മാറുവറ്റിയല്ലോ തീരം കവർന്നുവല്ലോ ആശങ്കയേറിയല്ലോ എന്നിട്ടും തളരാത്ത പുഴയേ പുഴയേ പുഴയേ